നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചന്ദ്രാപിന്നി തലാപുരം നിവാസികൾക്ക് പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CPIML പ്രവർത്തകർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നാട്ടിക പഞ്ചായത്തിലെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കി. വാട്ടർ അതോറിറ്റി നാട്ടിക ഡിവിഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. വാർത്തകൾ വിശദമായി. ചന്ദ്രാപിന്നി തലാപുരം നിവാസികൾക്ക് പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CPIMLന്റെ നേതൃത്വത്തിൽ എടത്തിരുത്തി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പട്ടയം അനുവദിക്കുക. ഉദ്യോഗസ്ഥ പ്രമാണിമാരെ നിലയ്ക്ക് നിർത്തുക. ഇൻക്ലാബ് സിന്ദാബാദ്. CPIML സിന്ദാബാദ്. നക്സൽ ബാരി സിന്ദാബാദ്. 30 വർഷത്തോളമായി ഈ പ്രദേശത്ത് താമസിച്ചു വരുന്ന 7 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. CPIML സംസ്ഥാന സെക്രട്ടറി PN പ്രവിന്ദ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് ഈ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നില്ല? ഇവിടുത്തെ പ്രത്യേകിച്ച് ദളിതരായിട്ടുള്ള ആളുകൾക്ക് എല്ലാ തേനും പാനും കോരി ഒഴിക്കുന്നു എന്നാണല്ലോ. ഇവർ തന്നെ എത്രയോ സമരങ്ങൾ ഇവിടെ നടത്തി. ഇന്നിപ്പോ ഈ സമരം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വില്ലേജ് ഓഫീസർ ഇല്ല എന്നാണ് പറയുന്നത്. വന്നിട്ടില്ല ആള്? വന്നിട്ടുണ്ടോ? ആളില്ല, വില്ലേജ് ഓഫീസർ ഇല്ല. അപ്പൊ ഇത് കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ, കാരണം അത് ഇവിടെ ഉണ്ടാവേണ്ട ഒരു സമരമാണ്. അദ്ദേഹത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സമരം ഇവിടെ വന്നിരിക്കുന്നത്. അത് ഈ പ്രധാനമന്ത്രി പറഞ്ഞ ഭരണ സംവിധാനത്തിന്റെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിത്തട്ടിലെ ആണിക്കല്ലാണ് ഈ വില്ലേജ് ഓഫീസ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇത്തരമൊരു സമരം ഉദ്ഘാടനം ചെയ്യാനൊക്കെ തന്നെ ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾ തന്നെ ഈ കാര്യം തീരുമാനിച്ച് പങ്കെടുക്കുന്നത് ഇത് ഒരു വളരെ നിർണായകമായ ഒരു കാലഘട്ടവും ഒരു സന്ധിയും ആണ് എന്നുള്ളത് കൊണ്ടാണ്. എന്താ പോരായ്മ? ഈ കാര്യത്തിൽ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല? KV പുരുഷോത്തമൻ, VV ഉല്ലാസ്, CA ഹസീന, ND വേണു, PC അജയൻ, PY സീന എന്നിവരും പ്രസംഗിച്ചു. നാട്ടിക SN കോളേജിൽ SFI പ്രവർത്തകയായ വിദ്യാർത്ഥിനിയെ കയ്യേറ്റം ചെയ്തതായുള്ള സംഭവത്തിൽ ABVP പ്രവർത്തകനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ABVP പ്രവർത്തകൻ വിശാലാണ് അറസ്റ്റിലായത്. കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന BSc 2ാം വർഷ വിദ്യാർത്ഥിനി സ്വാതി രാമൻ നൽകിയ പരാതിയിന്മേലാണ് അറസ്റ്റ്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ക്യാമ്പസിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന സംഘടനവുമായി ബന്ധപ്പെട്ട് ഒപ്പുശേഖരണം നടത്തുന്നതിനിടെയുണ്ടായ തർക്കമാണ് സംഭവത്തിന് കാരണമെന്ന് പറയുന്നു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കി. ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിലാണ് രജിസ്റ്റർ തയ്യാറാക്കിയത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു. നേരത്തെ സ്വാഗതത്തിൽ വൈസ് പ്രസിഡന്റും അധ്യക്ഷനും ഒക്കെ സൂചിപ്പിച്ച പോലെ പുതിയ തലമുറയിൽ നമ്മുടെ ജൈവ സമ്പത്തിനെ കുറിച്ച് ഇപ്പൊ തന്നെ നമുക്ക് പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് ജൈവ സമ്പത്തുകൾ, പ്രത്യേകിച്ച് സസ്യജാലങ്ങൾ, ഈ നാട്ടുപുറത്തെ കുളങ്ങളിലുള്ള മത്സ്യസമ്പത്ത്, അതൊക്കെ പലതും പഴയ കാലത്ത് നമ്മൾ കണ്ടിരുന്ന ആ സമ്പത്തുകളൊക്കെ ഇപ്പോൾ കാണാനില്ല. നമുക്കറിയാം, പഴയ കാലത്ത് നമ്മുടെ ഇപ്പോൾ പുതിയ ആധുനിക സൗകര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ വീടിന്റെ അടുക്കളപ്പുറത്ത് വടക്കേപ്പുറത്ത് പാത്രങ്ങളൊക്കെ കഴുകിയിരുന്ന സമയത്ത് മണ്ണിര പോലെയുള്ള എത്രയോ മണ്ണിര വലിയ ഇതായിരുന്നു. ഇന്നിപ്പോ അതൊന്നുമില്ല. ഇത് വീടിന്റെ അടുക്കളക്കകത്ത് വാഷ് ബേസിനിൽ പാത്രം കഴുകി തുടങ്ങിയതോടുകൂടി മണ്ണിര തന്നെ നമുക്ക് പലപ്പോഴും ലഭ്യമല്ലാത്ത മണ്ണിരയെ നമ്മൾ കമ്പോസ്റ്റാക്കി വളർത്തുന്ന സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ അധ്യക്ഷനായിരുന്നു. തൃശൂർ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ U നജീമ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, ശ്രീദേവി ഷൺമുഖൻ, അനിൽ പുളിക്കൻ, സെക്രട്ടറി PK ബാബു എന്നിവർ സംസാരിച്ചു. അജയ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ തൃത്തല്ലൂർ യൂണിറ്റ് ഉദ്ഘാടനവും CV ജയദേവൻ മാസ്റ്റർ സ്മാരക സ്കോളർഷിപ്പ് വിതരണവും ബുധനാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഒക്ടോബർ
24 ബുധനാഴ്ച 3 മണിക്ക് തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള നോവലിസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അജയ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഫസ്റ്റ് ലോഞ്ചിങ് ആണ്. അജയ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം 2014 അദ്ദേഹത്തിന്റെ താൽക്കാലിക വസതിയായിട്ടുള്ള തൃശ്ശൂര് വൈകിട്ട് 3 മണിക്ക് തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ അധ്യക്ഷനായിരിക്കും. CJ അജയ്കുമാർ, കാസിം വാടാനപ്പള്ളി തുടങ്ങിയവരും പങ്കെടുക്കും. പ്രേമീന്ദർ, CJ ബാബുരാജ്, ശശി കോഴിപ്പറമ്പിൽ, ധർമ്മദാസ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇടവേള.